ബി.ജെ.പിയേക്കാൾ ഒരു പടി മുന്നിലാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ. വലിയ പ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ് പാർട്ടി. ഇപ്പോഴിതാ സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന ജമ്മു കശ്മീർ നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടതോടെ പാർട്ടി എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിയെന്നു സാരം. 9 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മീർ ധുരൂവിലും മുൻ സംസ്ഥാന അധ്യക്ഷൻ വികാരർ റസൂൽ വാനിയെ ബനിഹാലിലും കോൺഗ്രസ് മത്സരിപ്പിക്കും. സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസുമായി കോൺഗ്രസ് സീറ്റു പങ്കിടലിന്റെ കാര്യത്തിൽ ധാരണയിലെത്തിയതിനു പിന്നാലെയാണ് പ്രഖ്യാപനമുണ്ടായത്. ജമ്മു കശ്മീരിൽ 3 ഘട്ടമായി നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യഥാക്രമം 51, 32 സീറ്റുകളിൽ മത്സരിക്കാൻ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തീരുമാനിച്ചിരുന്നു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. ശ്രീനഗറിലെ നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ളയുടെ വസതിയിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സഖ്യകക്ഷികളായ CPIM-നും ജമ്മു കശ്മീർ നാഷണൽ പാന്തേഴ്സ് പാർട്ടിക്കും ഓരോ സീറ്റ് വീതം അനുവദിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു. മിറിനും വാനിക്കും പുറമെ ട്രാൽ സീറ്റിൽ നിന്ന് സുരീന്ദർ സിംഗ് ചന്നി, ദേവ്സറിൽ നിന്ന് അമാനുല്ല മന്ദു, അനന്ത്നാഗിൽ നിന്ന് പിർസാദ മുഹമ്മദ് സയ്യിദ്, ഇന്ദർവാളിൽ നിന്ന് ഷെയ്ഖ് സഫറുള്ള, ബദർവയിൽ നിന്ന് നദീം ഷെരീഫ്, ദോഡയിൽ നിന്ന് ഷെയ്ഖ് റിയാസ്, ഡോഡ വെസ്റ്റിൽ നിന്ന് പ്രദീപ് കുമാർ ഭഗത് എന്നിവരെയും പാർട്ടി മത്സരിപ്പിക്കും. 5 സീറ്റുകളിൽ സൗഹൃദ മത്സരം നടക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസും തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. 18 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് NC അവതരിപ്പിച്ചത്. എക്സ് പോസ്റ്റിലൂടെയായിരുന്നു അവരുടെ പ്രഖ്യാപനം. മുൻ MP-യായ ജസ്റ്റിസ് ഹസ്നൈൻ മസൂദിയെ പാംപൂറിലെ സ്ഥാനാർത്ഥിയായും പുൽവാമയിൽ നിന്ന് മുൻ നിയമസഭാംഗം മുഹമ്മദ് ഖലീൽബന്ദിനെയും സ്ഥാനാർത്ഥികളായി NC നിശ്ചയിച്ചതിൽ ഉൾപ്പെടുന്നു. രാജ്പോരയിൽ നിന്ന് ഗുലാം മോഹി ഉദ് ദിൻ മിർ, സൈൻപോറയിൽ നിന്ന് ഷോക്കത്ത് ഹുസൈൻ ഖാനി, ഷോപ്പിയാനിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് റാഫി, DH പോരയിൽ നിന്ന് മുൻ മന്ത്രി സക്കീന ഇട്ടോ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. ദേവ്സയിൽ നിന്ന് പിർസാദ ഫിറോസ് അഹമ്മദ്, ലാർനൂവിൽ നിന്ന് ചൗധരി സഫർ അഹമ്മദ്, അനന്ത്നാഗ് വെസ്റ്റിൽ അബ്ദുൾ മജീദ് ലാർമി, ബിജ്ബെഹ്റയിൽ ബഷീർ അഹമ്മദ് ബീരി, അനന്ത്നാഗ് ഈസ്റ്റിൽ റിയാസ് അഹമ്മദ് ഖാൻ, പഹൽഗാമിൽ അൽതാഫ് അഹമ്മദ് കാലു എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം ജമ്മു കശ്മീരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം സെപ്റ്റംബർ 18-നും 2ാം ഘട്ടം സെപ്റ്റംബർ 25-നും 3ാം ഘട്ടം ഒക്ടോബർ 1-നുമാണ് നടക്കുക. വോട്ടെണ്ണൽ ഒക്ടോബർ 4-നാണ്. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കശ്മീർ താഴ്വര മറ്റൊരു തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ പുതിയ തീരുമാനങ്ങൾ BJP-യെ അലോസരപ്പെടുത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഞ്ഞടിച്ചിരുന്നു. രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും പണയപ്പെടുത്തി അധികാരത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹം പ്രകടമാക്കി കോൺഗ്രസ് ഒരിക്കൽ കൂടി രാജ്യത്തിനു മുൻപിൽ നിൽക്കുകയാണെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. സത്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വളരെ ഭയത്തോടെയാണ് BJP നോക്കിക്കാണുന്നത്.